എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഫയാണ്. ഞാനൊരു കാര്യം പറയാണ്ടി വന്നതാണ്. ഞാനൊരു കൈക്കോട്ട് മേടിച്ചു. ഞാൻ കൂലിപ്പണിക്കോണ വ്യക്തിയല്ല. അപ്പോൾ ഒരു കൈക്കോട്ട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ പെങ്ങൾക്ക് പെരപ്പണി ഉണ്ട്. അപ്പോൾ പെങ്ങൾ ഇറങ്ങി എടാ അനീഫ സിമെൻറ്റ് കൂട്ടാണ് എടുക്കട്ടെ. ഞാൻ മറിച്ച് എടുത്തുവെച്ച് കൊണ്ടുപോയിക്കോ പറഞ്ഞു. നേരം വെളുക്കുമ്പോൾ കൈക്കോട്ട് കാണാനില്ല. അത് ആരോ കട്ടിട്ടുണ്ടായി. ഞാനോ ഒരു ഗതിയില്ലാത്ത ആളാണ്. അപ്പോൾ ഇന്നെക്കാട്ടി ഗതിയില്ലാത്ത ആളുണ്ടെന്ന് മനസ്സിലായി. ഈ കൊണ്ട ആളോടൊക്കെ പറയാനുള്ളൂ. ഇപ്പോൾ എനിക്ക് പണി കുറവാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഒന്ന് തിരിച്ച് ഏൽപ്പിക്കുക. കാരണം അവർ കൈക്കോട്ട് കിട്ടണ 1000-400-500 അടുത്ത് വില ഇല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ തരണില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് സന്തോഷമാവുമല്ലോ. അത് മാത്രം മതി എനിക്ക്. ഞാൻ നിങ്ങളാരും ചടപ്പിക്കണില്ല. നമ്മൾ കുഞ്ഞാപ്പൂൻ്റെ ഉമ്മനും ബാവാനൊക്കെ കാണാനുള്ള കേട്ടാ. നിങ്ങൾ അവരെല്ലാവരും കാണി. ഞാൻ കടയിൽ നിന്ന് പോവാണ്ട്. ശരി കേട്ടാ. എന്താ ചേച്ചി എന്താ ബാവ രാവിലെ തന്നെ പെരേക്കണ്? അവിടെ ഉമ്മ ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഓ പെരേക്ക് വന്നിക്കുന്നത്? പിന്നെ തന്നെ വന്നതാണോ? എന്തിനാ അവിടെ അങ്ങനെ മാറി കളിക്കുന്നത്? അവനോട് ചോദിച്ചോക്കാം. അല്ല ബാവാ എന്താ രാവിലെ തന്നെ പെരേക്ക് വന്നിക്കണത്? കുഞ്ഞാപ്പോ ഞാൻ അവിടെ കൊറേ അന്യം വിളിച്ച് എന്റെ അമ്മാനെയും വിളിച്ച്, രണ്ടാളും കാണാനില്ല. അവിടെയും വിളിച്ച് ഇവിടെയും വിളിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വിളിച്ച അമ്മ എങ്ങനെ കേക്ക? അമ്മ രാവിലെ പണിക്ക് പോയതല്ലേ? പണിക്ക് പോയതാണ്. പിന്നെ ഞാനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാനേ ആശാത്ത 2 ദിവസമായി ചെല്ലാൻ പറഞ്ഞത്. എന്നിട്ട് ഓരോടൊപ്പം നന തുടങ്ങിക്കണല്ലോ, പറമ്പിലൊക്കെ നന. അപ്പൊ എന്നോട് പറഞ്ഞി ചിമ്മാനോട് പറയണ്ട. ഇനി എന്റെ ഉമ്മാക്ക് വിഷമ വെച്ചിട്ടാവൂലേ? നനക്കാൻ പോരുണ്ട്. ചിമ്മാനോട് പറയണ്ട, നനക്കാൻ പറഞ്ഞ കൂട്ടാൻ പറയണ്ട. ആകെ 10-35 തെങ്ങുള്ളൂ നനക്കാന്. പിന്നെ കുറച്ച് വായൊക്കെ ഉണ്ട്, അതിനൊന്നും അല്ലാതെ നനക്കണ്ട. പിന്നെന്താണ് ഈ കവുങ്ങുണ്ടല്ലോ, അതിനൊക്കെ കുറച്ച് നനച്ചാ മതി. അനക്ക് ഞാന് 10, 20, 50 ആഴ്ച തരേണ്ടി പറഞ്ഞു. ആഴ്ചയിലോ? ആഴ്ചയിൽ 50 ഉറുപ്പിക തന്നാലേ നമുക്ക് നല്ലതല്ലേ? അതൊക്കെ ശരിയാണ്. വെറുതെ അല്ല അമ്മനോട് പറയണ്ട അറിഞ്ഞു. അതന്നെ എനിക്ക് കിട്ടണത് ഇല്ലാതാ പറ്റില്ലേ? 50-20 ആയ കാരണവും 50 ഉറുപ്പിക ആഴ്ചയിലായിട്ട് തരേണ്ടി അറിഞ്ഞിട്ട് ഞാനിപ്പോ ഇന്ന് അവിടെ പോയി നനച്ച് വന്ന് കൊറേ വർത്താനം പറഞ്ഞു ഓരോരൊക്കെട്ടാ. എന്നിട്ട് ആശാത്ത എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പോ ഇങ്ങോട്ട് പോരേ. എന്നിട്ട് ചായ തന്ന്, ദോശയും തന്ന്, പിന്നെ ചട്ടിനിയും തന്നിട്ടാ. അങ്ങനെ അതൊക്കെ ഞാൻ കുടിച്ച്. ഇനിയിപ്പോ ഒരാഴ്ച ആയാല് ആഴ്ച കൊറേ ദിവസം ഉണ്ടാവൂലേ? ആഴ്ച 6 ദിവസം ഉണ്ടാവും. 6 ദിവസല്ലടക്കാ, ഒരാഴ്ച. ഒരാഴ്ചയാണ്. അപ്പൊ ആ ആഴ്ച ആയാല് ആശാത്തക്ക് 10, 20, 50 തരുമല്ലോ. അപ്പൊ ഇമ്മാനോട് പറയണ്ടാറിഞ്ഞിക്കണ്. പക്ഷെ നമ്മള് ഇമ്മാനോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അള്ളാനെ ശിക്ഷിച്ചിട്ടൂലേ? പക്ഷെ വിവരം പറഞ്ഞാളാ. ഇമ്മാനോട് ഞാൻ പറയും, ആഴ്ചാത്താനോട് പറയണ്ട, ആശാത്താനോട് പറയണ്ട. ഇമ്മാനോട് പറഞ്ഞ കാര്യം പറയും. എന്നിട്ട് കായ് കിട്ടിയാല് ഇമ്മാക്ക് ഞാൻ അതിന് കുറച്ച് കായ് കൊടുക്കും. കുറച്ച് കായ് ഞാൻ ലേസ് എടുക്കും, ലേസ് വാങ്ങും ആഴ്ച കിട്ടിയാല്. പിന്നെ കുറച്ച് കായായിട്ട് നിന്റെ തുണിയൊക്കെ കീറിക്കണേ, വേറെ തുണി. ഇത് ഉമ്മാന്റെ തുണിയാണ് ഞാൻ എടുക്കുന്നത്. ഇമ്മ എന്തിനിപ്പോ ഇമ്മാക്ക് പലരും തുണി കൊടുക്കും. അപ്പൊ ഞാനും എടുക്കും, ഉമ്മ എടുക്കും. ബാക്കി കായ് ഞാൻ ഒരുക്കൊട്ടും. അങ്ങനെ കൊറേ പൈസ ഉണ്ടാക്കാം. ആഴ്ചയിൽ 20 ഉറുപ്പിക കിട്ടുള്ളൂ. 10, 20, 50 ഒരുപാട് പൈസ ഉണ്ടാക്കാം. കിട്ടൂലേ? അങ്ങനെ ഞാൻ പോയി വരികയാണ്. അല്ല കുഞ്ഞാപ്പോ ഉമ്മ വരാനായിക്കണോ? ഇമ്മ പറഞ്ഞു ആശാത്താട് ഇവർക്ക് പോയതല്ലേ, ആശാത്താടക്ക് പോയതല്ലേ. 5-10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വരും പറഞ്ഞിരിക്കണ്. അല്ല ഇജ്ജ് എന്ത് രാവിലെ വന്നു പറഞ്ഞത്? ഞാൻ കുഞ്ഞാപ്പോ കൊറേ ആയാലും കണ്ടിട്ട്, എന്നിങ്ങനെ കണ്ടിട്ട് കാണാതിരിക്കുമ്പോ ഇതല്ലേ ഒന്നല്ലോ കാര്യം പറയാനേ. കാണലും ഇരിക്കലൊക്കെ അവിടെ നിന്നോട്ടെ, ഇമ്മ എപ്പ വരും. അപ്പൊ ഇമ്മാരിൽ നിന്ന് വാക്ക് പൊളിച്ച ചീത്ത കണ്ട. കാരണം ഇജ്ജ് അന്നാ ഓമക്കായി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ പറ്റിച്ചില്ലേ? അത് മറന്നില്ല. എന്നാ എന്നെ അമ്മ കണ്ടിക്കണ ദിവസം എന്നാ എന്നെ അമ്മ കാത്ത് കേൾക്കും. എല്ലാരോടും ഞാൻ പറഞ്ഞു, എന്നോട് എല്ലാരും ചോദിച്ചല്ലേ നമ്മള് പറയണ്ടേ? പറ്റിച്ച കാര്യല്ലേ, ഇജ്ജ് പറ്റിച്ചല്ലേ ഉമ്മാനെ? വേറൊന്നുമില്ലല്ലോ. ഇതാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഉമ്മാനെ. ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞല്ലേ? ഞാൻ പോട്ടെ, ഞാനും പോവാണ്. ഉമ്മ വരുന്നുണ്ടെങ്കിലേ എനിക്ക് ചീത്തക്കണ്ട, പോയിക്കോ. എന്തോ കുന്ത്രാടെ ഒപ്പിക്കാൻ വന്നതാണ്, അത് നടന്നില്ല. ഇമ്മ എപ്പോഴും പറഞ്ഞത് ശരി തന്നെയാണ്. അല്ലെങ്കിൽ ചക്കരക്ക് എന്തിനെങ്ങനെ കുന്ത്രാടെ ഒപ്പിക്കാൻ വരുന്നത്? ഇമ്മാനെ പറ്റിക്കാൻ പാടില്ല. പാവല്ല എൻ്റെ ഉമ്മ. അത് കുത്തിക്കൊണ്ടിട്ടോളാം.
ആരാണത്? ഉണ്ണിയേ, എന്താ മുണ്ടാതെ പോണ്? പിന്നെ മനസ്സിലായില്ലാന്നുണ്ടാ? ആ വീവാത്ത നിങ്ങൾ എവിടുന്നാന്ന് വരണേ? ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, അതല്ല ഞാൻ വണ്ടി ഒന്ന് സ്ലോ ആക്കിയത്. ഞാനേ രബിസാത്താടെയും പോയിരുന്നു. ആ സാന്തേച്ചിനെ ഒന്ന് കാണാണ്ടായിരുന്നു. സാന്തേച്ചിനെ കണ്ട് അപ്പൊ അവിടൊക്കെ വരിക ഇച്ച് സംഗതി അറിഞ്ഞോ? നമ്മൾ അനീപ്പല്ലേ, അനീപ്പാന്റെ കൈക്കോട്ട് ആരോ കട്ടുണ്ടായത്രേ. അറിഞ്ഞിട്ടില്ലതൊന്നു? ഇല്ല. എന്നാ ഇജ്ജ് മാത്രം അറിയാത്തോളൂ, നാട്ടിലൊക്കെ അറിഞ്ഞി. എന്നാലും ആ ചെക്കനെ തന്നെ ഒരു ദാരിദ്ര്യം പിടിച്ച ചെക്കനാ. ഓൻ്റെ കക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ റബ്ബേ. അപ്പൊ നമ്മളൊക്കെ എത്ര സൂക്ഷിക്കണം അല്ലേ? അതിന് ഓനെന്തിനാ കൈക്കോട്ട്? ഓനെന്താ കുരിപ്പണിക്ക് പോണ കൈക്കോട്ടല്ലേ? അത് ഓന്റെ പെങ്ങൾക്ക് പരപ്പാണിക്കോടെ വെച്ചോട്ടാത്ര. അത് ആരാ കൊണ്ടുപോയി ഇന്നലെ നേരം കൊണ്ട് കൊടുക്കുമ്പോ കാണാനില്ല. എന്താ കഷ്ടം ഇങ്ങനെയും ജനങ്ങൾ റബ്ബേ. ആ ചെക്കൻ്റെ കൈക്കോട്ടല്ലേ? അതാരെങ്കിലും കൊണ്ടുപോയതാവും. അത് കൊണ്ടു തരും. ഞാനേ എനിക്ക് കുറച്ച് പുല്ലരിയാണ്ട് അപ്പൊ ഞാനൊന്നാണ്ട് കൊട്ടട്ടാ. പടച്ചവൻ കാക്കട്ടെ. ഇന്നിപ്പോ കൈക്കോട്ട് ഉണ്ടായി, നാളെ എന്താ കൊണ്ടുപോകുന്നൊന്നും പറയാൻ പറ്റൂല. അല്ല റബ്ബേ, ഇതാരാണ്? ഭാവല്ലേ? എല്ലടാ ഇതെന്താടാ രാവിലെ ഇവിടെ അവിടെയൊക്കെ മാറി കളിക്കുന്നത്? ഞാൻ അവിടെ ഇങ്ങനെ പോയിട്ട് വരായിരുന്നു. അജ്ജ് അവിടെ പോയിട്ട് വന്നാലും വേണ്ടില്ല, ഇവിടെ പോയിട്ട് വന്നാലും വേണ്ടില്ല. ഇജ്ജ് വല്ലാത്ത പറ്റിക്കലാണ് ജിന്നെ പറ്റിച്ചിക്കണ്. ഒന്നല്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ പ്രായില്ലട ഞാന്. ഇച്ചി എനിക്ക് ഓമക്കായ് തരാന്ന് പറഞ്ഞിട്ട് ആ ചെക്കനാണ് പറഞ്ഞു. ഇച്ചി ഓമക്കായ് ഇല്ല, ഒരു കുണ്ടക്കാട്ടും ഇല്ല. ഇജ്ജ് ഇങ്ങനെ പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? താത്താ കുഞ്ഞാപ്പൂന്റെ അടുത്ത് ഓമക്കായ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുവെച്ചിട്ടാണ് ഉമ്മ ഓന്റെ അടുത്ത് കൊടുക്കാഞ്ഞത്. എന്റെ അമ്മ അങ്ങനെ പറഞ്ഞ? അല്ലെങ്കിൽ എന്റെ ഉമ്മ പാവാണ്, സ്നേഹമുള്ള അമ്മ, എനിക്കറിയാം. അപ്പൊ അതാട്ടോ കൊടുക്കാത്തത്. എന്നോട് പറയാ ആ ചെക്കന് വളവളാ ചെക്കനാണ്, ഓവറാണ് ആ ചെക്കൻ. അപ്പോൾ ഇത് കേക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. എന്തായാലും ഓന്റെ അടുത്ത് കൊടുക്കാത്ത നന്നായി. അപ്പൊ ഇജ്ജ് ഒരു കാര്യം ചെയ്താലേ, താത്ത അങ്ങോട്ട് വരണ്ടേ, അപ്പൊ താത്താടെ കൈ തന്നാ മതി. അപ്പൊ ഇജ്ജ് അറിഞ്ഞില്ല അനീപ്പാന്റെ കൈക്കോട്ട് പോയത്? ആയിക്കോട്ടോ. ആരാ ആ ചെക്കന്റെ കൈക്കോട്ട്? ആരാ പാത്തിന്റെ കൈക്കോട്ട് ആരാ കൊണ്ടുപോയത്? ചിലപ്പോഴേ ആരെങ്കിലും നിങ്ങൾ ഇവിടെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, അപ്പൊ എടുത്തു കൊണ്ടുണ്ടാവും. ചിലപ്പോ അതന്നെ അനീഫാന്റെ ആണല്ലേ? ആ പാവം ചെക്കന്റെ കൈക്കോട്ട് പോയിക്കണ്. ഞാൻ കുഞ്ഞാപ്പൂന്റെ വെച്ചിട്ടാണ്. ആ ചെക്കനോ ഒരു ഗതിയില്ലാത്താണ്, ഓന്റെ കൈക്കോട്ട് കൊണ്ടുപോയല്ലേ. ഒരു കാര്യം ചെയ്യും, അതൊക്കെ പോട്ടെ. ഇമ്മാനോട് പറഞ്ഞാളെ ഞാൻ പറയട്ടാ. ഒന്നും വേണ്ട പോവണ്ട. പിന്നെ വേണ്ട, പിന്നെ വരണ്ട്. ആയിക്കോട്ടെ.